യഹോശഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഇവിടെ ഒന്നാമത് താന് ഞാൻ പറഞ്ഞല്ലോ, വലിയ വിജയത്തിന്റെ രഹസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആത്മീക തത്വങ്ങളുണ്ട്. ഒന്നാമത്തെ തത്വം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യഹോശഫാത്ത് നല്ല ഒരു രാജാവ്, 25 വർഷം ദീർഘവർഷം ഭരിച്ചു. അതുപോലെ തനിക്ക് നല്ല ഒരു സൈന്യമുണ്ട്. സാമ്പത്തികമായിട്ട് അന്ന് യഹൂദ വളരെ മുൻപന്തിയിലാണ്. അതുപോലെ തനിക്ക് ഒത്തിരി കാര്യങ്ങൾ പുകഴുവാനുണ്ട്, കഴിവുള്ളതായ ഒരു രാജ്യമാണ്. എന്നാൽ അദ്ദേഹം എന്തുവാണ്, തന്റെ കഴിവിലോ ഹല്ലേലൂയ തന്റെ സൈന്യത്തിലോ ഒന്നും ആശ്രയിക്കാതെ യഹോവയെ ആശ്രയിക്കുവാനായിട്ട് മനസ്സ് വെക്കുന്നതായ യഹോശഫാത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ ജയം കൈവരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവശക്തനായ യഹോവയിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ഈ ആത്മീയ തത്വം നമ്മൾ പഠിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ എല്ലാം ചെയ്ത് അവസാനിച്ചു, ഇനിയും വഴിയില്ല, വഴി മുട്ടി, എല്ലാം ചെയ്തു നോക്കി. അത് അവസാനിച്ചു കഴിയുമ്പോഴല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നത്, എന്നാൽ എല്ലാറ്റിനേക്കാൾ മുന്നേ ഹല്ലേലൂയ എല്ലാറ്റിനേക്കാൾ മുന്നമേ എന്തുവാണ്, നമ്മുടെ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട്, അവനെ ആശ്രയിക്കുവാനായിട്ട് നമുക്കിടയായി തീരണം. അപ്പോൾ ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ എന്തുവാണ്, താൻ പണ്ട സൈന്യത്തെ ഒന്നും ഒരുക്കിയില്ല. ഓക്കെ, അവർ കടന്നു വരുന്നുണ്ട്, എന്നാൽ റെഡി ആയിക്കോ, നമുക്ക് അവരെ നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സൈന്യത്തെ ഒന്നും വിളിച്ച് മീറ്റിംഗ് ഒന്നും കൂടി എന്തുവാണ് അവരോട് യുദ്ധം ചെയ്യുവാനായിട്ട് താൻ തയ്യാറായില്ല. എന്നാൽ അതിന് പകരം താൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയുടെ സഹായം ചോദിപ്പാന് യഹൂദ്യർ ഒന്നിച്ചുകൂടി. അപ്പോൾ തന്റെ രാജ്യത്തുള്ളതായ രാജ്യത്തിലെ പ്രജകളെ എല്ലാം എന്താണ് ഒന്നിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ യഹോവയോടെ സഹായം ചോദിപ്പാനായിട്ട് ഒന്നിച്ച് കൂട്ടി. അതിനുശേഷം എന്തുവാണ് നമ്മൾ വായിക്കുന്നത്, യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. അപ്പോൾ രാജാവ് മാത്രമല്ല, പ്രജകളും എല്ലാവരും ഒന്നിച്ചുകൂടി എന്തുവാണ്, ഒന്നിച്ച് യഹോവയുടെ മുഖം അന്വേഷിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു രാജ്യത്തുള്ള പ്രജകളും രാജാവ് ഒന്നിച്ച് എന്തുവാണ് യഹോവയിലെ ആശ്രയിക്കുന്നു, അവന്റെ മുഖം അന്വേഷിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.